2026 ജീവിക്കണ ശരാശരി ഒരു മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വെറും 7.97 സെക്കൻഡാണ്. 8 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറെ ഡിസ്ട്രാക്ഷനിൽ പെട്ടുപോകുന്നു. ഒരു ശരാശരി കണക്കാണ്. ഡോക്ടർ പോൾ റോഹഡെ നടത്തിയൊരു റിസർച്ച് പ്രകാരമാണ് ഈ ഒരു കണക്കുള്ളത്. അദ്ദേഹത്തിന്റെ റിസർച്ചിൽ വേറെ കാര്യം കൂടി പറയുന്നുണ്ട്. ഫോൺ സ്ക്രീൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 2026 ജീവിക്കുന്ന ഒരു ശരാശരി ഒരു മനുഷ്യന് ഫോൺ സ്ക്രീനിൽ 43 സെക്കൻഡ് കഴിഞ്ഞാൽ അയാൾ വേറെ കണ്ടന്റിലേക്ക് വിട്ടുപോകും. സോ പണ്ടത്തെ കാലത്തിനായിട്ടും കൂടുതൽ ഇപ്പൊ ഡിസ്ട്രാക്ഷനും കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടീനേജേഴ്സ് ബ്രെയിനെ ഡെവലപ്പ് ആയി വരുന്ന സമയമാണല്ലോ. അവർ പഠിക്കുമ്പോൾ, അവരെന്തെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ, ഇവൻ ഒരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഡിസ്ട്രാക്ഷനിൽ പെട്ടുപോവാണ്. അങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല. ഈ വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഫോക്കസ് കൂട്ടാന്നല്ല, ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഫോക്കസിന് കൂടുതൽ പരിഗണന കൊടുക്കാം. ആ സംഗതിയാണ് ഇതിൽ പറയുന്നത്. വിശദീകരിച്ച് പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലെങ്ത് ഇതിന് പോരാ. ഒരു 5 മിനിറ്റിനുള്ളിൽ അത് പറഞ്ഞു തീർക്കാനാവില്ല. അപ്പൊ ഞാൻ പരീക്ഷിച്ച കുറച്ച് സംഗതികൾ, പരീക്ഷിച്ചിട്ട് എനിക്ക് കുറച്ച് മെച്ചമുണ്ടെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കരുതിയ പോലെ തന്നെ ഫോണ് നമ്മൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമ്പോൾ ഫോണ് നമ്മളെ മുമ്പ് ഒഴിവാക്കുക. ഫോണില്ലാത്ത പരിപാടിയാണെങ്കിൽ, ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ ഫോൺ ആവശ്യമില്ലെങ്കിൽ ഫോൺ ഒഴിവാക്കുക. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു സാധനമാണ് ഫോൺ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ദീസ് ബെയ്ലി പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരുണ്ട്, ഹൈപ്പർ ഫോക്കസ് ആണ് അദ്ദേഹത്തിന്റെ ഒരു വേൾഡ് ബെസ്റ്റ് സെല്ലർ ബുക്കിൽ അയാൾ പറയുന്നുണ്ട്. നമ്മളെ ഫോണിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും ചെതിരക്കട്ട പോലും, ഒരു പെട്ടിക്കഷ്ണം പോലും നമ്മളെ മുമ്പിൽ വെക്കാനില്ല. അങ്ങനെ വെച്ചാൽ ഫോണിന്റെ ചിന്ത വരും. ഫോണിന്റെ ചിന്ത വന്നാൽ നമ്മൾ ഫോണിലേക്ക് നമ്മളെ ചിന്ത അങ്ങോട്ട് പോകും. ഫോൺ എടുക്കണമല്ലോ എന്നൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ഫോൺ മാറ്റാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന റൂമിൽ നിന്ന് നിങ്ങളെ സർഫസ് ഏരിയയിൽ ഫോൺ പറ്റൂല. വേണമെങ്കിൽ അപ്പുറത്തെ റൂമിൽ അൾമറിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് വെക്കാം. വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിക്കുക. കാരണം ഫോൺ ഇപ്പോൾ പഠിക്കാനായിട്ട് ബോറടി തുടങ്ങിയാൽ ഫോൺ എടുക്കണമെന്ന് തോന്നും. അപ്പം പെട്ടെന്ന് പോയി എടുക്കാലോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ആ മൈൻഡ് സെറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അപ്പുറത്തെ റൂമിൽ പൂട്ടിടാം. വേണമെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കാം, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട്. 2 മണിക്കൂർ പോലും നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാനുള്ള കഴിവില്ലെങ്കിൽ വേണേൽ 1 മണിക്കൂർ ആക്കാം. അങ്ങനെ അത് ആവണനുസരിച്ച് കൂട്ടി വരാം. ഓക്കെ. ഈ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളെ പഠിക്കുന്ന റൂം നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിങ്ങളെ റൂമിലത്തെ ചുറ്റുഭാഗങ്ങൾ നോക്കുക. ചുറ്റുഭാഗത്തും നിങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധ്യതയുള്ള എല്ലാ സംഗതികളും ഒഴിവാക്കുക. അത് നിങ്ങൾ ചിന്തിച്ച് എഴുതി വെക്കുക. വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോണ്ടി, എന്താണ് ഞാൻ പഠിക്കുന്ന റൂമാണ്, ഒരു ബാഗ് തുറന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് പൂട്ടിയിടുക. കാരണം നമ്മൾ പഠിക്കാനിടയിൽ വെറുതെ നോക്കുമല്ലോ, പഠിക്കാനല്ലോ, വെറുതെ ചുറ്റും നോക്കുമ്പോൾ ബാഗ് തുറന്നെടുക്കുക. ആ പൂട്ടാനുള്ള ടെൻഡൻസി വരും, നമ്മൾ അങ്ങോട്ട് പോയി പൂട്ടും, ഡിസ്ട്രാക്റ്റഡ് ആയി. സോ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കുക. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ. ഓക്കെ, ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ നിരീക്ഷിച്ച് ഇന്ന ചിന്തകൾ വരും, അപ്പൊ നമ്മൾ അതിനെ ചിന്തിക്കേണ്ട, പിന്നീട് ചിന്തിക്കാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെക്കണം. ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, പഠിച്ചു തുടങ്ങും, മെല്ലെ പഠിച്ചു തുടങ്ങും. ഇപ്പൊ നമ്മൾ നമുക്കറിയാം, പഠിച്ച് ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ ഓവർ തിങ്കേഴ്സ് ആണല്ലോ പൊതുവെ ടീനേജേഴ്സ്. ഞാൻ അതിൽപ്പെട്ടാണല്ലോ. അപ്പൊ അങ്ങനത്തെ ചിന്തകളൊക്കെ വരും നമുക്കറിയാം. അപ്പൊ നമ്മളിങ്ങനെ എഴുതി വെക്കും, അപ്പോൾ പഠിക്കാണ്, നാളെ കളിക്കാൻ പോകണം, ഇപ്പൊ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കണം, അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ പെസ് കളിക്കണം, ഇന്ന് മിസ്, അങ്ങനെ ചിന്തകൾ വരും. നമ്മളൊക്കെ എഴുതി വെക്കും. സോ അങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട്, നിങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ എഴുതി വെക്കുന്നതുകൊണ്ട് പിന്നെ ആ ചിന്ത വരുമ്പോൾ നിങ്ങൾ അതിനെ നിരീക്ഷിക്കും. ഇത് എനിക്കിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കാം. ഇനി നാലാമതും ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് നമ്മൾ പരമാവധി നമ്മുടെ പുറത്തുനിന്നുള്ളതും ഉള്ളിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചിന്തകളും മറ്റൊക്കെ ഒഴിവാക്കി, പുറത്തുനിന്നുള്ളത് ഒഴിവാക്കി, ഫോണും ഒഴിവാക്കി. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിക്കരുത്. അങ്ങനെ പഠിക്കാൻ ആവണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും കഴിവാണ്. എങ്ങനെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനൊക്കെ. അപ്പോൾ ഒരു 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്റ്റ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നീളമുള്ളൊരു തൂണൊന്നും ഇല്ലാണ്ട് നീളമുള്ള ഒരു സീലിംഗ് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും കാലത്ത് പൊട്ടി വെക്കാൻ സാധ്യതയില്ല. അപ്പോൾ നീളമുള്ള ഒരു സീലിങ്ങിന് എടുക്കാൻ നമ്മൾ തൂണുകൾ വെക്കും. അതെന്തായാലും വെക്കണമല്ലോ, നിർബന്ധമല്ലേ. അതുപോലെ തന്നെ നമ്മൾ ദീർഘമായി പഠിക്കുന്ന സമയത്തുള്ള ഇടയ്ക്കുള്ള തൂണുകളാണ് ഈ റെസ്റ്റ്. അപ്പൊ ആ റെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ എന്താക്കണം, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, കുറച്ച് വെള്ളം കുടിക്കാൻ പോവുക. പഠിക്കാനിടയിൽ നിങ്ങൾക്ക് നല്ലോണം സ്ട്രൈക്ക് ചെയ്ത ചിന്ത ഉണ്ടാവും, പഠനവുമായി ബന്ധപ്പെടാത്ത വേറൊന്ന്. അപ്പൊ നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ പിന്നെ ചിന്തിക്കാമെന്നുള്ള നമ്മൾ എഴുതി വെക്കല്ലോ, ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ ഞാൻ പറട്ടെ, ഈ 5 മിനിറ്റ് റെസ്റ്റിന്റെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ, 5 മിനിറ്റ് റെസ്റ്റിന്റെ ഇടയിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല.
അത്യാവശ്യമാണെങ്കിൽ മെസ്സേജോ കോളോ നോക്കാൻ വേണ്ടി അല്ലാതെ വെറുതെ റീൽ കാണാനൊന്നും ഫോൺ എടുക്കരുത്. കാരണം നമ്മൾ അതിൽ പെട്ടുപോകും. അതങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചത്. സോ 4ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ചിന്തകളൊക്കെ വരും, അപ്പോൾ നിങ്ങൾ ഒരു 25 മിനിറ്റ് പിടിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഓക്കെ, അതേ ഉള്ളൂ 4ാമത്തെ സ്റ്റെപ്പ്. അപ്പം അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പെട്ടെന്ന് പറയുകയാണെങ്കിലും 1ാമതായി പറഞ്ഞ് ഫോൺ ഒഴിവാക്കുക, 2ാമതായി പറഞ്ഞ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ചുറ്റുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക, 3ാമതായി പറഞ്ഞ് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചിന്തകളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഏറ്റവും അവസാനമായി പറഞ്ഞത് കണ്ടിന്യൂസ് ആയി പഠിക്കുന്നതിന് പകരം കുറച്ച് പഠിക്കുക, റെസ്റ്റ് എടുക്കുക, കുറച്ച് പഠിക്കുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റെപ്പ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കരുതിയുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.